നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടത്തി. പുതുക്കാട് ദേശീയപാതയോരത്തെ ഫ്ലവർ മിൽ കത്തിനശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ U-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിൽ KK രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. പോക്സോ കേസിൽ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടത്തി. സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കാസിനോ ഹോട്ടൽസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാനുസൃതമായുള്ള പുരോഗതി ഉണ്ടാവാതെ നിരാശയിലായിരുന്ന ജനതയ്ക്ക് മുൻപിൽ 2016 സർക്കാർ അധികാരത്തിൽ വന്നതോടെ സമസ്ത മേഖലയിലുമുള്ള വികസനമാണ് സാധ്യമാക്കിയത്. യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് IT മേഖലയിലെ വികസനം. 2016 IT പാർക്കിൽ 640 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 1106 വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കൂടാതെ 78,068 തൊഴിലവസരങ്ങളിൽ നിന്നും 1,48,000 ഉയർത്തി. IT സോഫ്റ്റ്വെയർ കയറ്റുമതി 34,000 കോടിയിൽ നിന്നും 90,000 കോടിയായി ഉയർന്നു. 9 വർഷ കാലയളവിൽ IT മേഖലയിൽ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ സമാനതകളില്ലാത്ത കേരള മോഡൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ, മേയർ MK വർഗീസ്, MLAമാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, NK അക്ബർ, മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റിലപ്പിള്ളി, CC മുകുന്ദൻ, ET ടൈസൺ, KK രാമചന്ദ്രൻ, VR സുനിൽകുമാർ, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൊഴിൽ വകുപ്പ് സെക്രട്ടറി K വാസുകി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ നന്ദിയും പറഞ്ഞു. പുതുക്കാട് ദേശീയപാതയോരത്തെ ഫ്ലവർ മിൽ കത്തിനശിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയൽസ് ഫ്ലവർ മില്ലിലാണ് തീപിടുത്തം. 2 നിലകളിലുള്ള കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നു. യന്ത്ര സാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. മില്ലിൻ്റെ പുറകുവശത്ത് വെച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി. സമീപത്തെ വീട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TG ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ പ്രയത്നിച്ചാണ് തീ അണച്ചത്. പുതുക്കാട് പോലീസ്, പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. മെയ് 13 മുതൽ മെയ് 16 വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ സമ്മേളനങ്ങൾ നടക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. കൊടകര ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കൊടകര ഫ്ലൈ ഓവർ, വഴിയമ്പലം എന്നീ പ്രദേശങ്ങളിൽ കോർണർ മീറ്റിംഗുകൾ നടത്തി.
ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര മണ്ഡലം പ്രസിഡന്റ് സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. ജോർജ് മാർട്ടിൻ, പി.ഡി. വർഗീസ്, ഷിബു വർഗീസ് പെരപ്പാടൻ, ബോണി വെളിയത്ത്, ജിത്തു മാധവ്, പ്രദീപ് മഞ്ഞളി, ഷീജ ജോയ്, മേരി ജോസഫ് പണവാളൻ, സത്യൻ തണലിൽ, നാരായണൻ ആറങ്ങാട്ടി, മാത്യു വർഗീസ്, ജോയ്, ജൂഡി, വർഗീസ് ടി.ഐ എന്നിവർ പ്രസംഗിച്ചു. 2020 പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മുൻകൈയെടുത്ത ജോർജ് മാർട്ടിനെ ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. 2020 പാർട്ടി ഇതിനകം കോടശ്ശേരി, മേലൂർ, പരിയാരം പഞ്ചായത്തുകളിൽ 50-ലധികം കോർണർ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. കൊടകരയിലെ എല്ലാ വാർഡുകളിലും സജീവ പ്രചരണം നടത്തുമെന്നും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിൽക്കുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. അതുപോലെ 4 ദിവസം കൊടകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ജംഗ്ഷനുകളായിട്ട് 2020 പാർട്ടി വിശദീകരണ യോഗങ്ങൾ നടത്തുകയാണ്. ഈ സായാഹ്ന വിശദീകരണ യോഗങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ 2025 നവംബർ ഡിസംബറായിട്ട് നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പഠനം നടത്തി നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, 65-70 വർഷക്കാലമായി മാറി വന്ന ഇവിടുത്തെ ഇടതും വലതും മുന്നിലൂടെ ഇത്രയും കാലം ഈ നാട് ഭരിച്ചിട്ടും അവർക്ക് ഒരിക്കലും അവകാശപ്പെടാനോ അഭിമാനിക്കാനോ കഴിയാത്തവர்களுള്ള തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ അടച്ചതിൽ കെ രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ യു-ടേൺ അടച്ചത്. നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ തീരുമാനപ്രകാരമായി ചാലക്കുടി ഭാഗത്തുനിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ സർവീസ് റോഡ് വഴി പോകുന്നതിനും യാത്രക്കാർക്കും മറ്റ് ബസ് കയറുന്നതിനായി ഒരു അത്യാധുനിക ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതുക്കാട് മേൽപ്പാലം വരുന്നതോടെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യകത ഉണ്ടാവുകയില്ലെന്ന് ഉയർത്തിക്കാട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NOC നൽകിയില്ലെന്ന് MLA ആരോപിച്ചു. മേൽപ്പാല നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കണമെന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് സുഗമമായി ബസ് കയറാനാകും വിധം താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണമെന്നും MLA ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊരട്ടിയിലെ ആദ്യകാല CPIM നേതാക്കളായ OK അബ്ദുൽ ഖാദർ, PM കുട്ടൻ എന്നിവരെ സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കൊരട്ടി അന്നം വളപ്പി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം വടകര MLA KK രമ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സംവാദകൻ NM പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. TP സുധീർ അധ്യക്ഷത വഹിച്ചു. CK വേലായുധൻ മാസ്റ്റർ, ലീല സുബ്രഹ്മണ്യൻ, അബ്ദുൽ മജീദ്, ജോയ് ഗോപുരൻ, അഡ്വക്കേറ്റ് AV ഷാജഹാൻ, വർഗീസ് കണ്ടംകുളത്തി, ഷിബു മൂഞ്ഞേലി, സിബി വട്ടലായി, പ്രവീൺ EP എന്നിവർ സംസാരിച്ചു. പോക്സോ കേസിൽ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഒരാളെ കൊടകര പോലീസ് പിടികൂടി. കൊടകര പുത്തുക്കാവ് സ്വദേശി കാര്യാട്ടുകരക്കാരൻ വീട്ടിൽ 35 വയസ്സുള്ള സ്മിത്തിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. 2025 ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്മിത്ത് കുട്ടിയുടെ വീട്ടിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ പണിക്ക് വന്നതാണ്. വീട്ടിലെ ബെഡ്റൂമിൽ കട്ടിലിൽ കിടന്ന് മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുമ്പോഴാണ് സ്മിത്ത് കുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയത്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. കപിലോപാഖ്യാനം, ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, ഭരതകഥ, ഭദ്രകാളി അവതാരം എന്നിവ പാരായണം ചെയ്തു. മോഹനൻ വയലൂർ പിഷാരമാണ് യജ്ഞാചാര്യൻ. യജ്ഞം 19-ന് സമാപിക്കും. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം. പരീക്ഷ എഴുതിയ 13 കുട്ടികളും മികച്ച വിജയം നേടി. അതിൽ ജിയ സുനിൽ 95.4% മാർക്കോടെ വിജയിച്ചു. സ്കൂളിൻ്റെ ആദ്യ 10ാം ക്ലാസ് ബാച്ചാണ് ഇത്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികളെ അനുമോദിച്ചു.
വിവാഹ ചടങ്ങിനിടെ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൈതന്യ നഗറിലുള്ള ഹാളിൽ വെച്ച് കഴിഞ്ഞ 4-ാം തീയതി രാത്രി 8 മണിയോടെ വിവാഹം നടക്കുന്നതിനിടെ ഹാളിലെ കസേരകൾ പ്രതികൾ തട്ടിത്തെറിപ്പിച്ച് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ഇടിക്കട്ട, ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ച് എറിയാട് ചൈതന്യ നഗർ സ്വദേശി അണ്ടുരുത്തി വീട്ടിൽ റിജിൽ, എറിയാട് സ്വദേശികളായ തളിക്കൽ വീട്ടിൽ ദീപു, പേട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു, രാമൻതറ വീട്ടിൽ വിശാഖൻ എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് 2 പേർ കൂടി പിടിയിലായത്. കേസിലെ പ്രതികളായ എറിയാട് സ്വദേശികളായ പഴുവൻതുരുത്തി വീട്ടിൽ ചിപ്പൻ എന്ന് വിളിക്കുന്ന ഫഹദ് 30 വയസ്സ്, കോത്തേഴത്ത് വീട്ടിൽ ഷിഹാബ് 30 വയസ്സ് എന്നിവർ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സറണ്ടർ ആവുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2 പേരെയും റിമാൻഡ് ചെയ്തു. ഈ കേസിലെ മറ്റു പ്രതികളായ എറിയാട് സ്വദേശികളായ ഏറ്റത്ത് വീട്ടിൽ ഷാലറ്റ് 28 വയസ്സ്, സഹോദരൻ ഫ്രോബൽ 29 വയസ്സ്, എറിയാട് നീതിവിലാസം സ്വദേശി വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ 35 വയസ്സ്, എറിയാട് സ്വദേശികളായ കാരേക്കാട് വീട്ടിൽ ജിതിൻ 30 വയസ്സ്, പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഫി 29 വയസ്സ് എന്നീ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, പ്രൊബേഷണറി SI വൈഷ്ണവ്, ASI സ്വപ്ന, SCPO തോമാച്ചൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടത്തി. പുതുക്കാട് ദേശീയപാതയോരത്തെ ഫ്ലവർ മിൽ കത്തിനശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ U-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിൽ KK രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. പോക്സോ കേസിൽ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.